സാറേ, സാറ് വീൽ ചെയറിലിരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് സാറിനിപ്പോൾ മനസ്സിലായല്ലോ. സാർ ഇങ്ങനെ ഏത് നേരവും ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കരുത്. ഇതൊക്കെ രഹസ്യമായിട്ട് വെക്കുകയാണെങ്കിൽ. അതിപ്പോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ മേഘം പറഞ്ഞു വിട്ടാണോ? അതിന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറൊരുത്തൻ തളർന്നു കിടക്കുന്നില്ലേ, അവന് കൂട്ടിരിക്കുന്നവനാ വന്നത്. അവന്റെ നടുവ് പോയല്ലേ? നട്ടെല്ലാം ഒടിഞ്ഞു കാണും. സാറ് നേരത്തെ ഇരുന്നതുപോലെ വീൽ ചെയറിൽ ഇരുത്താനായിരുന്നു പ്ലാൻ. പിന്നെ പോട്ടേന്ന് കരുതി. ഏന്തി വലിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയാലും കുറച്ച് ദിവസം അവന് പ്ലാസ്റ്റർ ഇടേണ്ടി വരും. മറ്റവന്റെ കൂടെ ഇവനും അനങ്ങാതെ കിടക്കേണ്ടി വരും. ഇതിനിടയിൽ കണ്ടിട്ട് നടക്കുന്നതെങ്ങാനും അവൻ കണ്ടു കാണോ? അതിനുള്ള ചാൻസ് ഇല്ല. അവൻ നോക്കിയത് ബെഡ്റൂമിന്റെ ജനാലയിലൂടെ അകത്തേക്കാ. അവിടെ നിന്നാ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ വന്നപ്പോ തന്നെ സാറിനെ വീൽ ചെയറിൽ ഇരുത്തിയല്ലോ. എന്നാലും മേഘൻ ഇപ്പോഴും ഞങ്ങളുടെ പുറകെ ആളെ വിടുകയാണല്ലോ. അവൻ കണ്ട കാഴ്ച അവന്റെ മനസ്സിൽ കിടക്കുക. അതൊരു സ്വപ്നാണോ അല്ലയോ എന്ന് അവനിപ്പോഴും നിശ്ചയമില്ല. അത് മാത്രമല്ലല്ലോ അനന്തേട്ടാ, അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പലപ്പോഴും അവൻ കണ്ണേട്ടന്റെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടുള്ളതാ. ആ സമയത്ത് ഇടത് കാൽവിരൽ അനങ്ങുന്നത് അവൻ കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. മഹി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തത്തിലൂടെയാ നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാം നിസ്സാരായി കാണരുത്. 7-ാം മാസത്തിൽ നിന്നോട് പറഞ്ഞല്ലോ ഇയാളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോന്നോളെ. അത്രയും നാൾ എന്റെ കാര്യം പോലെ തന്നെ ഇയാളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ആരും അറിയണ്ട. അത് നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോട്ടെ. അപ്പോഴേ എന്നാ പിന്നെ കേക്ക് മുറിക്കാം. ആ, രണ്ടാളും കൂടെ ഒന്നിച്ചു നിന്നങ്ങോട്ട് മുറിച്ച്. ഇതൊക്കെ ജീവിതത്തിൽ എന്നും നടക്കുന്ന സംഭവങ്ങളല്ല. എല്ലാം ഒന്ന് പകർത്തട്ടെ. ഇനി ധൈര്യമായിട്ട് സാറൊന്ന് എഴുന്നേറ്റ് വന്നേ. വാ വാ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഊതിക്കെടുത്ത്. ആയുരാരോഗ്യ സൗഖ്യത്തോടെ എന്റെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുപാട് വർഷം ജീവിക്കട്ടെ. എല്ലാ വർഷവും ഇതുപോലെ സന്തോഷത്തോടെ കേക്ക് മുറിക്കാൻ കഴിയട്ടെ. ഇനിയേ സാറന്മാരും ഭാര്യമാരും ഒന്ന് നിരന്നു നിന്നേ. ഓക്കെ.
എന്താണിത്? എന്താണ് നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നോക്ക് സാറേ, എന്റെ വയറ്റത്തോടെ ബെൽറ്റ് ഇട്ടിരിക്കുക. നിനക്ക് എന്താ പറ്റിയത്? ഇനി എന്ത് പറ്റാനാ സാറേ? കവളം മടലും കൊണ്ടാ നടുവിനടിച്ചത്. ആര്? ആ മാർക്കോ തന്നെ. എടാ ഞാൻ പറഞ്ഞല്ലടാ അവൻ അവിടെ കാണുമെന്ന്. അയ്യോ, എന്നിട്ട് എന്തിനടാ നീ അവന്റെ മുന്നിൽ പോയി ചാടിയേ? മുന്നിലല്ല സാറേ ഞാൻ ചാടിയത്. ഞാൻ ജനലിലൂടെ അകത്തോട്ടൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോ പിന്നിലൂടെ വന്നവൻ ആഞ്ഞ് നടുവിനടിക്കുകയായിരുന്നു. വയ്യ സാറേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിനക്കും ദേ ഇവനും ഒക്കെ ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. തലച്ചോറുണ്ടല്ലോ അതില്ല. അതിപ്പം ഇതുപോലുള്ള ഓരോ സംഭവങ്ങളിലൂടെ നീയൊക്കെ അങ്ങ് തെളിയിച്ചോണ്ടിരിക്കുക. എടാ അതൊക്കെ പോട്ടെ, നീ ജനലിലൂടെ അകത്തോട്ട് നോക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ കണ്ട കാഴ്ച? എടാ അകത്ത് എന്തേലും കണ്ടോ? ഒന്നും കാണാൻ പറ്റിയില്ല സാറേ. ഞാൻ ബെഡ്റൂമിന്റെ ജനലിലൂടെ നോക്കിയത്. അതേ തുറന്നു കിടപ്പുള്ളായിരുന്നു. മുൻവശത്തെ ഡോറൊക്കെ അടഞ്ഞു കിടക്കുന്നോണ്ട് അകത്ത് കിടക്കുന്ന ഒന്നും മനസ്സിലായില്ല. എന്തോ ഒരു കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഓ, അത്രയെങ്കിലും തോന്നിയല്ലോ, ഭാഗ്യം. അപ്പൊ നീയും കിടപ്പിലായി. അല്ല ഇനിയിപ്പോ ദേ അവന്റെ കാര്യങ്ങൾ ആര് നോക്കൂടാ? 4-5 ദിവസം ഇങ്ങനെ കിടക്കണമെന്നാ പറഞ്ഞത്. പിന്നീട് എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ പിന്നെ ഒരു പയ്യനോട് പറഞ്ഞു പറ്റുന്നതൊക്കെ വാങ്ങിച്ചോണ്ട് തരണമെന്ന്. അവൻ വന്നും പോയി നിൽക്കുന്നുണ്ട്. എടാ എനിക്ക് നീയൊക്കെ ചെലവുണ്ടാക്കി വെക്കുന്നല്ലാതെ നിന്നെയൊന്നും കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. നീ അങ്ങോട്ട് പോയപ്പോ ഞാൻ കുറച്ച് പൈസ തന്നല്ലടാ വിട്ടത്. അതൊന്നും പോരെ സാറേ, ഭാഗ്യം കൂടി വേണം. ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോടാ. അത് തന്നെ ഞാനും പറയുന്നത്. ഇതുവരെ ഞങ്ങൾക്കാർക്കും ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇതൊരു വല്ലാത്ത കിടപ്പായി പോയി സാറേ. ഇത് വെച്ചോ. അല്ല നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എടാ കണ്ണ് നടന്നെങ്കിൽ ഒന്ന് ചിരിക്കടാ. ഇവൻ ചിരിക്കത്തുമില്ല കരയത്തുമില്ല. സാറേ ഒന്ന് ചുമ്മാ ഇരിക്കും സാറേ. എങ്ങനെയെങ്കിലും എന്റെ കലിയൊന്ന് തീർക്കട്ടാ സാറേ. ഓരോന്നും വന്നിരിക്കുന്നു. അണ്ണാ ഞാൻ പറഞ്ഞില്ലേ അണ്ണാ, മിക്കവാറും അവന്റെ പള്ളേ കയറ്റുന്നത് ഞാനായിരിക്കും. വിവാഹ വാർഷിക ആഘോഷിക്കാനായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ പുറത്തു പോയിരിക്കുന്നാണ് ദുർഗ പറഞ്ഞത്. ഇനി അതിന്റെ ഫോട്ടോ എങ്ങാനും മോളുടെ മൊബൈലിൽ കിട്ടിയാലേ ആ ദേഷ്യമായിരിക്കും ഇന്നത്തെ ദിവസം മുഴുവനും. ഒരുത്തിനും ഒരുത്തിയും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യുമേ? ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറിയാ. ആ ദിവസം ബന്ധം പിരിഞ്ഞ രീതിയിലാണ് നമ്മുടെ മോള് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത്. ഏതായാലും ഇന്ന് അവന് വരാൻ തോന്നിയത് നല്ല കാര്യം തന്നെ. മോൾ അവനോട് 2 വർത്താനം പറഞ്ഞാലും വന്നൊന്ന് സമാധാനിക്കാലോ. പ്രതാപ നോക്കടാ നോക്കടാ. ആ കയ്യിലൊരു കവറുമായിട്ടാ ഇറങ്ങിയത്. കൊണ്ടുവരുന്നത് നല്ല സമ്മാനമാണെങ്കിലും അവളത് സ്വീകരിക്കും തോന്നില്ല.
നല്ലതായാലും അവള് മിക്കവാറും മുഖത്തോട്ട് വലിച്ചെറിയാനാ സാധ്യത. ഓ. ആ ഇന്നത്തെ ദിവസത്തെ പറ്റി ഓർത്തില്ലെങ്കിൽ എന്താ, മറ്റുള്ളവർ ഓർമ്മിപ്പിച്ചപ്പോ വന്നല്ലോ. അകത്ത് പോയി എന്താന്ന് വെച്ചാ ഉള്ളതങ്ങ് വാങ്ങിച്ചോ. ഓ. നല്ല സമ്മാനം വല്ലതും ആണോ കൊണ്ടുവന്നിരിക്കുന്നേ? അവൾക്ക് ഇഷ്ടപ്പെടുന്ന സമ്മാനം. സമ്മാനത്തെക്കാൾ വലുതാണ് മോനെ ഇന്നത്തെ ദിവസം അവളെ കാണാൻ വരുന്നത്. കണ്ടിട്ടും പ്രയോജനമൊന്നുമില്ലെന്ന് എനിക്കറിയാം. അതുപോലെ എന്നെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മയുടെ മൂത്ത മോളും മരുമോനും കൂടെ. ഇനി അതേപ്പറ്റി ഒന്നും സംസാരിക്കണ്ടടാ ചക്ക. സംസാരിച്ചാലേ രക്തത്തോട് തിളയ്ക്കണ്ടെന്ന് പറഞ്ഞാലും അത് വെട്ടിത്തിളയ്ക്കും. ആ നീ അകത്തോട്ട് ചെല്ലുണ്ണി. അവളുടെ ഇപ്പോഴത്തെ മനസ്സെന്താണെന്നൊക്കെ നിനക്കും അറിയാവുന്നല്ലേ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാലും അതിനൊപ്പം പറയാതെ ഉള്ളതങ്ങ് വാങ്ങിച്ചോണ്ട് പോകുന്നതായിരിക്കും നല്ലത്. മോളെ പുറത്തേക്കൊക്കെ ഒന്ന് വിളിച്ചോണ്ട് പോകാൻ നോക്കുണ്ണി. അവള് വന്നത് തന്നെ. പുറത്തോട്ടൊന്നും വരില്ല എന്ന് എനിക്കറിയാം. എന്നോട് ഇപ്പോഴുള്ള ദേഷ്യം കുറച്ചൊന്ന് കുറഞ്ഞാൽ അത്രയും ഭാഗ്യം. ഒരുത്തനും കൂടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു പോയിരിക്കുക. അതിന്റെ ഫോട്ടോ വല്ലതും കൊച്ചിന് അയച്ചു കൊടുത്ത് കാണുവോടി? അങ്ങനെയാണെങ്കിലേ പോയ ഷേപ്പില് ഉണ്ണിച്ചേർക്കാൻ പുറത്തോട്ടിറങ്ങി വരത്തില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി ലക്ഷ്മി ഒന്നും ചെയ്യില്ല. ഓ അവള് ചെയ്യത്തില്ല, പക്ഷെ മറ്റുള്ളവരെ കൂടി ചെയ്യിക്കും. കമലേശ്വരം തറവാടിൽ നിന്ന് ഞങ്ങളുടെ കൊച്ചെ ഇങ്ങ് പടിയിറങ്ങി പോന്നു. അവിടുന്ന് സ്ഥിരമായിട്ട് അവളെ ഇറക്കാനേ നിന്റെ മോള് നോക്കൂ. അവൻ എന്തുവായിരിക്കടാ കൊണ്ടുവന്നിരിക്കുന്നത്? 916 ഗോൾഡ് ആണെന്നും പറഞ്ഞ് മുക്കൂണ്ടം കൊടുക്കാണ്ടിരുന്നാ മതി. വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തെല്ലാം മോഹിച്ചിട്ടാ നീ ഒരുത്തനെ കെട്ടിയത്. ഈ ദിവസം കല്യാണം പോലെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ടതാ. എല്ലാം തോലച്ചു കളഞ്ഞു. വന്നായിരുന്നോ? വിളിച്ചിട്ട് എടുക്കാത്തോണ്ടായിരിക്കും നേരിട്ട് വന്നത്. ഞാനൊരു സമ്മാനമായിട്ടാ വന്നത്. വലിയ വലിയ സമ്മാനങ്ങളൊക്കെ തന്നോണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ കൂടെ കഷ്ടപ്പെട്ട് ഇനിയൊരു സമ്മാനം കൂടി കൊണ്ടുവരണ്ടായിരുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത പറ്റി എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സാ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഈ ദിവസത്തെ പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടെന്നോ? അങ്ങനെയാണെങ്കിലേ ഈ ഡേറ്റ് പറഞ്ഞപ്പോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നിങ്ങൾ ഓർക്കേണ്ടതല്ലേ? അതെ, ഞാൻ നേരത്തെ ഓർത്തിരുന്നതാ, കഴിഞ്ഞ മാസം തന്നെ. പക്ഷേ പെട്ടെന്ന് നീ ചോദിച്ചപ്പോ മറന്നുപോയി, അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നിങ്ങൾ വരണമെന്നും നിങ്ങൾ എനിക്കൊരു പ്രസന്റ് കൊണ്ട് തരണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഈ ഗിഫ്റ്റിനെക്കാളും ഞാൻ ആഗ്രഹിച്ചത് നാട്ടിലുള്ളൊരു ഭർത്താവിനെയാ. മോളെ, സ്വത്തെല്ലാം കണ്ണന്റെ പേരിലായി പോയതുകൊണ്ടല്ലേ ഉണ്ണിക്ക് അവന്റെ ലക്ഷ്മിയുടെ ഒക്കെ മുന്നിൽ നട്ടെല്ല് വളയ്ക്കേണ്ടി വന്ന് ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണത്തിനെ ഉണ്ണിക്കുട്ടിനെ അവിടെ നിന്ന് പുകയ്ക്കത്തില്ലായിരുന്നോ? എന്തിനാ ഏട്ടന്റെ ഏട്ടത്തിയുടെയും തണലിങ്ങേര് ജീവിക്കുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ? മറ്റേതെങ്കിലും കമ്പനിയിൽ ഇങ്ങേർക്ക് ജോലിക്ക് കയറിക്കൂടെ?
അത് മോള് പറയുന്നതിൽ ന്യായമുണ്ട്. ഇപ്പോഴാണെങ്കിലേ ഇങ്ങേർക്ക് കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോ നല്ല ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി കിട്ടില്ലേ? അല്ലെങ്കിൽ ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ പൊക്കൂടെ? അയ്യോ മോളെ, അവിടെയൊക്കെ യുദ്ധം നടക്കുവാ, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. നാട്ടിൽ തന്നെ നല്ലൊരു ജോലി സമ്പാദിച്ചാ മതി. എന്നിട്ട് നീ സ്വന്തമായിട്ടൊരു വീട് അങ്ങോട്ട് വയ്ക്കേ. അപ്പോ മോൾ അങ്ങോട്ട് വരുമല്ലോ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കരുണയും കൂടെ ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട്. കരുണയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. പിന്നെ വൈകുന്നേരം ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിക്കണം. അതിനൊന്നുള്ള മൂടിപ്പ് എനിക്കില്ല. എന്റെ ജീവിതത്തിലെ ഈ താലിയല്ല കയറിട്ട് മുറുക്കിയ ദിവസമായിരുന്നു. അതായത് ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി അല്ല, ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയാ. മോളെ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇങ്ങനെ ഇവിടെ നിന്നാലേ ഇതിനപ്പുറവും പറഞ്ഞത് വരും. അതുകൊണ്ട് കൊണ്ടുവന്ന സമ്മാനം കൊണ്ടുപോവാൻ നോക്ക്. എന്തായാലും സമ്മാനം ഞാൻ എടുക്കുന്നില്ല. ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. മോളെ എന്നാലും അത്രയും വേണ്ടായിരുന്നു. ഇത് തന്നെ കുറവാ. ഒരുത്തി ആഡംബരക്കാരിൽ ലോകം ചുറ്റുമ്പോഴേ അവൾക്ക് ആ വെഡിങ് ആനിവേഴ്സറി ഉള്ളത്, എനിക്കതില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു വലിയ ആഡംബര ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തരാന്നൊക്കെ. അത് ഏതെങ്കിലും ഒരു ലോക്കൽ ഹോട്ടലായിരിക്കും. ഒരിക്കലും അയാൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കേറില്ല. അത്രയ്ക്ക് പിശുക്കനാ. ശരിയാ ശരിയാ. കേട്ടോ, ഇന്ന് നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? ഇന്ന് ഇത്തിരി ദൂരെയായിരുന്നു ഓട്ടം. സാറിന് അർജന്റായിട്ട് പോകേണ്ട കാര്യമായിരുന്നു. അല്ലെങ്കിൽ കണ്ണൻ സാറിന്റെയും നിന്റെ ഏടത്തിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് അദ്ദേഹം എന്നെ വിടാതിരിക്കുവോ? അല്ല, നീ പോയില്ലേ? കേക്ക് മുറിക്കുന്ന സമയത്ത് പോയില്ല, ഇടയ്ക്കൊന്ന് പോയി. വെഡിങ് ആനിവേഴ്സറിയുടെ ഫോട്ടോ ഉണ്ടോ? കൊള്ളാലോ. സാറിന്റെയും നിന്റെ ഏടത്തിയുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അത് പിന്നെ ഇപ്പൊ ഡബിൾ സന്തോഷമല്ലേ. ഇത് വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മാത്രമല്ലല്ലോ, രണ്ടാളും അമ്മയും അച്ഛനും ആകാൻ പോകുന്നതിന്റെ സന്തോഷം കൂടിയാ. എന്തായാലും കണ്ണേട്ടനില്ലാത്ത ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവള് കാണട്ടെ. കരുണ. അപ്പോ ഉണ്ണിയുടെ കാര്യം കട്ടപ്പുകയായല്ലേ? അവര് തമ്മിൽ ഒത്തുപോവില്ല സാഗരേട്ടാ. ലക്ഷ്മിയെടുത്തേക്കാളും ഏറെ മുകളിലോട്ട് പോണോന്ന് ആഗ്രഹിച്ച കൂട്ടത്തിലാ ഈ കരുണയെടുത്തി. അതിനവർക്ക് ഈ ജന്മം കഴിയില്ലെന്ന് അറിയാം. അത് മാത്രമല്ല, ഉണ്ണിയേട്ടനാണെങ്കിൽ ഇപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു സ്ഥാനവും ഇല്ല, എനിക്കും താഴെയാ. അതൊക്കെ ഒരു കാരണവശാലും കരുണ എന്ന കരുണയില്ലാത്ത പെണ്ണിനെ സഹിക്കാൻ പറ്റില്ല. നിനക്ക് താഴെയാണ് ഉണ്ണിയെന്ന് അവൾ അറിഞ്ഞോ? അറിഞ്ഞില്ലെന്നാ ലക്ഷ്മിയെടുത്തി പറഞ്ഞത്. എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രണ്ടാളും രണ്ടിടത്താ. അങ്ങനെയുള്ളപ്പോ കണ്ണേട്ടനെ ലക്ഷ്മിയെടുത്തേയും വേർപിരിക്കാൻ ശ്രമിക്കുന്നവര് അവരുടെ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ കാണണ്ടേ? ഉറപ്പായിട്ടും കാണണം. ഞാനിടയ്ക്ക് കണ്ണൻ സാറിനെയും ലക്ഷ്മിയെടുത്തേയും വിളിച്ചിരുന്നു. എന്നിട്ട് ആശംസകളൊക്കെ അറിയിച്ചു. അത് പോരാ, നമുക്കൊന്നിച്ചൊന്ന് പോണം. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി. ഇനി പോകുമ്പോഴൊക്കെ ഫ്രൂട്ട്സോ പലഹാരോ എന്തെങ്കിലും കയ്യിലുണ്ടാവണം. വെറും കൈയോടെ ഒരിക്കലും നിന്റെ ലക്ഷ്മിയെടുത്തിയെ കാണാൻ പോകരുത്. ഞാൻ അവിടെ ചെന്നപ്പോ ഏട്ടത്തിനോട് ചോദിച്ചു എനിക്ക് വിശേഷമൊന്നും ഇല്ലേന്ന്.